ഈയിടെയായിട്ട് പുറത്തു വന്ന ചില പോലീസ് ആക്രമണങ്ങളും ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരികയും അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലായാലും ഈവൻ മെയിൻ സ്ട്രീം മീഡിയയിലായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലീസ് എന്ന് പറയുന്ന വിഭാഗത്തെ പറ്റിയും അവർക്ക് സമൂഹത്തിൽ അവരെ എങ്ങനെ കാണുന്നുവെന്നും സമൂഹം എങ്ങനെ ചിന്തിക്കുന്നുവെന്നും അതിനനുസരിച്ചാണോ പോലീസ് പെരുമാറുന്നതെന്നും ഒക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, നമുക്കറിയാം, ആക്ഷൻ ഹീറോ ബിജു. ഈ സിനിമ ഏതാണ്ട് കൃത്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഡേ ബൈ ഡേ പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു സിനിമയാണ്. അത് ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന സിനിമയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ മിടുക്കനായ, വളരെ നല്ലവനായ, സോ കോൾഡ് നല്ലവനായ, നിയമങ്ങൾ പാലിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഓഫീസറായിട്ടുള്ള ബിജു പൗലോസ് എന്ന ഒരു SI, ഒരു സബ് ഇൻസ്പെക്ടറെ ബേസ് ചെയ്തിട്ടുള്ള അയാളുടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയും സമൂഹവും പോലീസും തമ്മിലുള്ള ബന്ധവും, ആ സിനിമയിൽ കൂടി സമൂഹം എങ്ങനെയാണോ പോലീസിനെ വിലയിരുത്തുന്നതെന്നും അല്ലെ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും സമൂഹത്തിന് അതിലുണ്ടാകുന്ന ഇൻഫ്ലുവൻസും സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതും എല്ലാം അതിൽ ബേസ്ഡാണ്. കാരണം നമ്മളുടെ പോലീസ് എന്ന് പറയുന്നത് കൊളോണിയൽ കാലത്ത് നിന്നും ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമാണ്. നമ്മുടെ നാട്ടിലൊന്നും സർക്കാർ ഓഫീസുകൾക്കൊന്നും തന്നെ, ഇൻക്ലൂഡിങ് കോടതിയായാലും പോലീസായാലും മറ്റ് സർക്കാർ ഓഫീസുകളായാലും ഒന്നും തന്നെ കൊളോണിയൽ കാലത്തൊന്നും ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ലാത്ത സാധനങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ പോലീസ് എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്നത് നമ്മളെ ഭരിക്കാൻ വേണ്ടിയല്ല. നമുക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നിയമത്തിന് തെറ്റായിട്ട് പ്രവർത്തിക്കുന്നവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാനും വേണ്ടിയാണ് പോലീസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലീസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അതെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്ന, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു. നമുക്കറിയാം, അത് ഒരുപാട് ഹിറ്റായ ഒരു സിനിമയാണ്. എല്ലാവരും വളരെയധികം ശ്ലാഘിച്ചൊരു സിനിമയാണ്. അതിൻ്റെ പോലീസ് ഓഫീസറിനെ കൈയടിച്ച സിനിമയാണ്. അത് കണ്ട് നമ്മൾ പുളകം കൊണ്ട സിനിമയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ തന്നെ ഞാൻ എടുക്കാമെന്ന് കരുതുന്നു. അതും വെച്ച് നമുക്ക് ഇപ്പം നടന്നിരുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡയലോഗ് ഉണ്ട് അതിലൊരു സ്ത്രീ പറയുന്നതായിട്ട്, കല്യാണം ആലോചിക്കുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോഴത്തെ പോലീസ് ജനമൈത്രി പോലീസല്ലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പോൾ എന്തോ ജനമൈത്രി എന്ന് പറയുന്ന പോലീസായി. ഇപ്പോൾ ഇത്ര നാൾ ജനമൈത്രി അല്ലായിരുന്നു. പണ്ട് ഭയങ്കര പേടിയായിരുന്നു പോലീസിനെ, എന്ന് വെച്ചാൽ ഇപ്പോൾ പേടിയില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എങ്ങനെയായിരുന്നു പോലീസ് പണ്ട്, അതേ പോലീസ് തന്നെയാണ് ഇപ്പോഴും. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതിൽ പറഞ്ഞ പണ്ട് എന്ന് പറഞ്ഞാൽ കൊളോണിയൽ കാലത്ത് നിന്നും വലിയ വ്യത്യാസം ഇല്ലായിരുന്നു. കൊളോണിയൽ കാലത്ത് പോലീസിനെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി, നമ്മളെ അവരുടെ ചൊൽപ്പിടിക്ക് നിർത്താൻ വേണ്ടിയും ജനങ്ങളെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയായിരുന്നു പോലീസ് എന്ന് പറയുന്ന സേനയുടെ ഉപയോഗം. എന്നാൽ നമ്മൾ അവിടെ നിന്ന് മാറി ജനാധിപത്യ രാജ്യമായി. നമ്മൾ ഇന്ന് പോലീസ് എന്ന് പറഞ്ഞ സേനയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പണിയെടുത്ത് കാശുണ്ട്, കുടുംബന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് മന്ത്ലി. നമ്മൾ പണിയെടുത്ത് നമ്മുടെ കാശ് കൊണ്ട് ഓരോ മാസം ശമ്പളം മേടിച്ച് തിന്നുന്ന ഇവന്മാരെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ സർവീസിന് വേണ്ടിയാണ്, അല്ലാതെ നമ്മുടെ മേളിൽ കുതിര കയറാൻ വേണ്ടിയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അവിടെ നിന്നും, ആ കൊളോണിയൽ കാലത്ത് നിന്നും പോലീസുകാർക്ക് യാതൊരു വ്യത്യാസം വന്നിട്ട് ഇത് പറയുന്നത് പോലെ ഇന്നും മനുഷ്യന് പേടിയാണ്. നിങ്ങളൊരു യൂറോപ്യൻ കൺട്രിയിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെയൊക്കെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ വെച്ച് നമ്മൾ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെന്തോ ഒരു സമാധാനമാണ്. കാരണം അവരവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ നോക്കിക്കോളും എന്നതാണ് അവരവിടെ നിൽക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു പോലീസുകാരോടുണ്ട് എങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു സമാധാനമായിരിക്കും നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അവർക്ക് ഭയപ്പെടാതെ നടക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ തിരിച്ചൊരു പോലീസിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. ഒരു കുറ്റവും ചെയ്യാതെ നമുക്ക് ഭയമാണ് പോലീസ് അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അതാണ് വ്യത്യാസം. ആ ഭയമാണ് വ്യത്യാസം. അത് ആദ്യം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആളുകളെല്ലാം പറയുന്നുണ്ട് ഭൂരിഭാഗം പോലീസുകാർ നല്ല 1-2 പേര് കുറ്റം ചെയ്തു. അല്ല, 1-2 പേരല്ല കുറ്റം ചെയ്യുന്നത്. 1-2 പേരേ ഉള്ളൂ ഇതിൽ നല്ലത്. മനുഷ്യനെ സേവിക്കണം, സർവീസാണ്. ഇവൻ്റെയൊക്കെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്, ഇവരെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ശമ്പളം തരുന്നത് എന്ന് മനസ്സിലാക്കുന്ന 1-2 പോലീസുകാരെ കാണും. ബാക്കി എല്ലാ നേരം തിരിച്ചാണ്.
ഈ പുറത്ത് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛം, ഒരു ശതമാനം പോലും നടക്കുന്ന പോലീസ് ആക്രമണങ്ങളിൽ പുറത്ത് വരുന്നില്ല. ആ വരുന്ന 1-2% കാര്യം വെച്ചിട്ടാണ് ഈ പറയുന്നത്. അത് തന്നെ നമുക്കറിയാം എത്രത്തോളം വലുതാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ ബിജു പോലീസിൻ്റെ എൻട്രിയാണ്. ബിജു പോലീസിൻ്റെ എൻട്രി തന്നെ കാണിക്കുന്നത് മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ, സുപ്രസിദ്ധ ഗുണ്ടയെ അയാൾ ഇടിക്കുന്നതാണ് തുടക്കം തന്നെ. കാരണം മട്ടാഞ്ചേരി മാർട്ടിനെ ഏതോ ഒരുത്തനെ ഇടിച്ചു, കത്തി കൊണ്ട് ഇടിക്കുക ഏതാണ്ട് ചെയ്തു. അപ്പോൾ കുത്തിയ സമയത്ത് അവന് ഈ കുത്തു കൊണ്ടവൻ്റെ വൃക്ക പോയി, ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ വൃക്ക പോയി, അതാണ് കേസ്. അപ്പോൾ അതിന് ഈ മട്ടാഞ്ചേരി മാർട്ടിനെ ഇവൻ ഇടിക്കുകയാണ്, ബിജു പോലീസ് ഇടിക്കുകയാണ്. അപ്പോൾ ഈ മട്ടാഞ്ചേരി മാർട്ടിനും ബിജു പോലീസും തമ്മിൽ എന്തോ വ്യത്യാസം? എനിക്കതാ ചോദിക്കാനുള്ളൂ. ഒരു ഗുണ്ടയായ മട്ടാഞ്ചേരി മാർട്ടിനും ഈ ബിജു പോലീസും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? തേങ്ങ വെച്ച് അടിക്കുകയാണ്, അതാണ് തുടക്കം. തേങ്ങ ചുരുട്ടി തുണിക്കകത്ത് വെച്ചിട്ട് പുറത്തടിക്കുകയാണ് മട്ടാഞ്ചേരി മാർട്ടിന്. പുറത്താണ് വൃക്ക ഇരിക്കുന്നത് നമുക്കറിയാം, പുറത്തൂടെ കുത്തി കഴിഞ്ഞാൽ വൃക്ക പോകുന്നത്. ഇവനെ നട്ടലൊടിയോ ഇവൻ്റെ വൃക്ക പോവുകയോ ചെയ്താലോ? അപ്പോൾ ഇവനും മട്ടാഞ്ചേരി മാർട്ടിനും ഈ SI ബിജു പോലീസും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അത് മനുഷ്യൻ ആലോചിക്കുന്നില്ല. അവൻ ഒരുത്തനെ കുത്തി, അവൻ ചെയ്തു, ഗുണ്ട ചെയ്തു, അപ്പോൾ ഗുണ്ടയ്ക്ക് തിരിച്ചതേ ഇടി കിട്ടണം. അതാണ് നമ്മളുടെ ഒരു പ്രതികാര മനോഭാവം. അത് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആദ്യം കാണുമ്പോൾ. പക്ഷേ അത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ മട്ടാഞ്ചേരി മാർട്ടിനും ബിജു പോലീസും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, രണ്ടും ഗുണ്ടകളാണെന്നുള്ള തിരിച്ചറിവ് അന്നേരം നമുക്ക് വരണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു പ്രധാന കേസ് വരുന്നതാണ്. ആ കേസ് വരുമ്പോൾ നമുക്കറിയാം, ഒരു പെൺകുട്ടിക്ക് ശമ്പളം കിട്ടിയില്ല ശമ്പളം കൊടുത്തില്ല എന്ന് പറയുന്നൊരു കേസാണ് വരുന്നത്. ആ കേസ് വരുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ആ പെൺകുട്ടിയുടെ ദയനീയാവസ്ഥയും അതുമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, അവിടെ ബിജു പോലീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നും. ആ രീതിയിലാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ഞാൻ ആ സിനിമ എഴുതിയവരെ ഒന്നും കുറ്റം പറയുന്നില്ല, കാരണം പൊതുസമൂഹവും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമ അങ്ങനെ വന്നത്. അത് കണ്ട് നമ്മൾ കൈയടിച്ചതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരാൾക്ക് ശമ്പളം കൊടുത്തില്ല, പണി ചെയ്തതിനനുസരിച്ച് കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതനുസരിച്ച് അവർ അത്രയും ദിവസം വർക്ക് ചെയ്തില്ല എന്നതുകൊണ്ടും അവർക്ക് ശമ്പളം കൊടുത്തില്ല എന്നാണ് ഒരു പാർട്ടിക്കാർ പറയുന്നത്. മറ്റേ പാർട്ടി പറയുന്നത് ഞാൻ അത്രയും വർക്ക് ചെയ്തു, എനിക്ക് 1 മാസം വർക്ക് ചെയ്തിട്ടെന്നാൽ എനിക്ക് സാലറി തരണ്ടായിരുന്നു, തന്നില്ല എന്നുള്ളതാണ് അവരുടെ തർക്കം. ഈ 2 തർക്കത്തിനിടയിൽ എന്താണ് അവിടെ വേണ്ടത്? അവിടെ ഇയാളുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്നതാണ് അവിടെ വിഷയം. അവിടെ സമാധാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഈ ബിജു പോലീസിൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യും. ഈഗോ ഹേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ ചോദിക്കും, ഇത് ഇവിടെ ഒന്ന് തീർക്കേണ്ട ഒരു കേസാണോ, ലേബർ കോർട്ടിൽ പോകേണ്ടതല്ലേ? അവിടെ ഈഗോ ഹേർട്ട് ചെയ്യാണ് എസ് ഐയുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ സ്റ്റോൺ മാറുകയാണ്. മൊബൈൽ അവിടെ വെക്കുക, മറ്റേത് വെക്കുക. മൊബൈൽ വെക്കുന്ന എന്തിനാണ്? മൊബൈൽ അവൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണ്ടേ? അത് വിളിക്കാതിരിക്കാനാണ് മൊബൈൽ പിടിച്ച് വെക്കുന്നത്. ആദ്യം മൊബൈൽ പിടിച്ച് വെച്ചിട്ട് പിന്നെ ടോൺ മാറുകയാണ്. അയാൾ ചോദിച്ചത് കറക്റ്റ് ചോദ്യമല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ വന്ന് തീർക്കേണ്ട കേസാണോ? അല്ല, അതൊരിക്കലും പോലീസ് സ്റ്റേഷനിൽ വന്ന് തീർക്കേണ്ട ഒരു കേസല്ല. ഒത്തുതീർപ്പല്ല പോലീസിൻ്റെ പണി, അത് ആദ്യം മനസ്സിലാക്കുക. പോലീസ് സ്റ്റേഷൻ ആ ഒരു കേസ്, പർട്ടിക്കുലർ കേസ് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കേസേ അല്ല. അത് ലേബർ കോർട്ടിൽ പോകേണ്ട കേസാണ്. ലേബർ കോർട്ടിൽ പോയി കൃത്യമായിട്ട് ലേബർ കോർട്ട് മറ്റു കോർട്ട് പോലല്ല, പെട്ടെന്ന് സ്പീഡ് കാര്യങ്ങൾ നടക്കുന്ന, പെട്ടെന്ന് തമ്മിൽ ഭേദം, സ്പീഡെന്ന് ഞാൻ പറഞ്ഞത് തമ്മിൽ ഭേദം, പെട്ടെന്ന് കാര്യം നടക്കുന്ന, ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ തന്നെ കോടതി ഉത്തരവ് വരും. അങ്ങനെ വരുന്നൊരു സാധനമാണ് ലേബർ കോർട്ട്. അവിടെ കൊണ്ടുപോകേണ്ട സാധനമാണത്. ആ ചോദ്യം അയാൾ ചോദിച്ചുള്ളൂ, ഇത് പോലീസ് സ്റ്റേഷൻ വന്ന് തീർക്കേണ്ട ഒരു കേസാണോ എന്ന് അയാൾ ചോദിച്ചുള്ളൂ. അതിന് അയാളുടെ ഈഗോ ഹർട്ടാവുകയും പിന്നെ അത് പറയുന്ന ഉടനെ പറയുന്ന കാര്യമാണ് പാവപ്പെട്ടവൻ്റെ കോടതി. അതിലൊരു ഡയലോഗാണ്, പാവപ്പെട്ടവൻ്റെ കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതിയും എല്ലാം പോലീസ് സ്റ്റേഷനാണെന്ന്. ഇല്ല, സിനിമ ചോദിക്കുന്നത് ഇവനാണോ കോടതി എന്ന് ചോദിക്കുന്ന പോലെ പോലീസുകാരനങ്ങ് തീരുമാനിക്കുകയാണ് അവനാണ് കോടതി ഇവിടുത്തെ. എന്നുവെച്ചാൽ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതാണ് പോലീസുകാർ ചെയ്യുന്നത്. ഒത്തുതീർപ്പ്, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ് ഈ പോലീസുകാർ ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പണി. ഇത് രണ്ട് പേരുടെ കയ്യിൽ നിന്ന് ഗുണ്ടകൾ ചെയ്യുന്നൊരു കാര്യമാണ്. മെയിൻ വലിയ ഗുണ്ടകളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ 2 പേരുടെ ഇടനിലക്കാരനായിട്ട് നിൽക്കുക, 2 പേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുക, 2 കൂടെ ഒത്തുതീർപ്പാക്കി വിടും. ഇതാണ് ഗുണ്ടകൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം. 2 കേസ് വന്നു കഴിഞ്ഞാൽ അതിന് വൃത്തിയായിട്ട് വേണ്ട കേസെടുത്ത് വിടുക എന്നുള്ളതിന് പകരം 2 പേരുടെ ഭാഗത്ത് നിൽക്കുക. ഒന്നെങ്കിൽ കാശുള്ളവർ കൂടെ നിൽക്കും, അല്ലെങ്കിൽ 2 പേരുടെ ഭാഗത്ത് നിൽക്കും, 2 പേരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി 2 കൂടെ ഒത്തുതീർപ്പാക്കി കേസ് ഇങ്ങനെ ഇതാക്കി വിടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ പൈസ വാങ്ങുന്നില്ല എന്നുള്ളൊരു കേസേ ഉള്ളൂ. ഇവിടെ അയാൾ ചെയ്തത് അത് തന്നെയാണ്. ഇത് ലേബർ കോർട്ടിൽ പോയി തീർക്കേണ്ട ഒരു കേസ് അയാൾ എന്നിട്ട് പ്രൊട്ടക്ഷൻ ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ എടുത്തുകൊണ്ട് അയാൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് കേസ് എടുക്കണം. അതിന് കേസെടുത്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അതിന് കേസ് എടുക്കുകയും വേണം. ഇത് ലേബർ കോർട്ടിൽ പോകാനും വിടണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പൈസ കൊടുത്തോളാം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരു വിഷയമില്ല. പ്രൊട്ടക്ഷൻ ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ബിജു പോലീസിന് നിയമലംഘനമല്ലേ, അതിനൊരു കുഴപ്പമില്ല, പെട്ടെന്ന് വേണ്ട. അടുത്ത കേസ് 2 ഫ്രീക്കന്മാരെ പിടിക്കുന്ന കേസാണ്. ഇപ്പന്മാരെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ?
അവൻ്റെ ആ 2 പിള്ളേരെ പിടിച്ചിട്ട് അവന്മാർ ആ നെഞ്ചത്ത് കയറുകയാണ്, ഇവന്മാരെ ഭയപ്പെടുത്തുകയാണ്. ഇതാണ് നടക്കുന്നത്. മര്യാദക്ക് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇവന്മാർക്ക് അറിയത്തില്ല. ഒരു മനുഷ്യരോട് സംസാരിക്കുന്നവരാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവന്മാരുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള പേഴ അടച്ചങ്ങ് വിട്ടാൽ പോരെ, അല്ലെങ്കിൽ ഇവന്മാരെ നോട്ട് ചെയ്യുക, അടുത്ത പ്രശ്നത്തിന് പിടിക്കുമ്പം എല്ലാം കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ. ഇത് ആദ്യമായിട്ട് പിടിച്ചവന്മാരാ. എന്നിട്ട് അവന്മാരെ കൊണ്ടുവന്നിട്ട് ഒരുത്തനെ പിടിച്ചിട്ട് മറ്റേ ഇമാജിനറി സീറ്റിംഗ് ഇരുത്തുക, ഒരുത്തന്നെ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുക, റാഗിങ് നടത്തുന്ന പോലെ. അത് ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇത് എല്ലാ സ്റ്റേഷനിലും നടക്കുന്ന കാര്യമാണ്. ഒരുത്തനെ ഇങ്ങനെ ഇരുത്തുക, തലയും കുത്തി നിർത്തുക, കുറേ എണ്ണത്തിനെ ഒറ്റക്കാലം നിർത്തുക, തുള്ളിക്കുക, എന്നുവെച്ചാൽ റാഗിങ് നടത്തുക. എന്നുവെച്ചാൽ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ച് അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നല്ലൊരു പോലീസുകാരനാണ് ആലോചിക്കണം. നമ്മുടെ നാട്ടിലെ നിയമം പാലിക്കുന്ന എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നടക്കുന്ന നല്ലൊരു പോലീസുകാരൻ്റെ കഥയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അല്ലാത്തവൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. റാഗിങ് എന്ന് പറയുന്ന സാധനം കുട്ടികൾ കോളേജിൽ തമാശയ്ക്ക് ചെയ്യുന്നത് പോലും നിരോധിച്ചിട്ടുള്ളൊരു നാടാണ് നമ്മുടെ. അവിടെയാണ് പോലീസുകാർ സ്റ്റേഷനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇതുപോലെ റാഗിങ് ആണ്. മുട്ട നിർത്തുക, ഇരുത്തുക, ഒറ്റക്കാലം നിർത്തുക, തുള്ളിക്കുക, തലയും കുത്തി നിർത്തുക, അല്ലെങ്കിൽ എംപോസിഷൻ കൊടുക്കുക. ഇവന്മാർ ഏത് ശിക്ഷയിലാണ് ഇവന്മാർ ഇങ്ങനെ മുട്ടുകുത്തി നിർത്താൻ പറയുന്നത്? എന്നിട്ട് അവന്മാർ ലുക്സിനെ പറ്റി കളിയാക്കുകയാണ്. ഇത് ഞാൻ ആ സിനിമ എഴുതിയവരെന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയ്ക്ക് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അത് പറയുന്നത് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവന്മാർ ഓരോരുത്തരും മുടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിഷയമാണ്. മുടി വെട്ടണം, എന്നിട്ട് നടക്കണമെന്ന് അവനടുത്ത് പറഞ്ഞു വിടുന്നത്. മുടി വെട്ടാൻ പറയാൻ ഇവനാരാ? പോലീസുകാരനാരാ ഒരുത്തന്നെ മുടി വെട്ടണം വേണ്ടെന്ന് തീരുമാനിക്കാൻ? എന്നിട്ട് ഇവനെ ഇറക്കാൻ വേണ്ടി ഒരുത്തം വരും, 3ാമത് ഒരുത്തം വരുമ്പോഴത്തേക്ക് നിന്നെ ഇറക്കാൻ ആരും വരുമെന്ന് ചോദിക്കുന്നത്. കാരണം അവൻ്റെ ലുക്ക് ഇതേ ലുക്കാണ്. ഒരുത്തൻ്റെ ലുക്ക് കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് ഇവൻ കുറ്റക്കാരനാണോ വിഷയമാണോ എന്നൊക്കെ. ഇത് സിനിമയിലെ ഞാൻ കുറ്റം പറയുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരുത്തനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒന്നി കഞ്ചാവാണോ അല്ലെങ്കിൽ വേറെ എന്താണ്, ഇതൊക്കെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. നമ്മുടെ സമൂഹം, നമ്മളാണ് ഈ പോലീസുകാർ ഇങ്ങനെ ആക്കുന്നത്. നമ്മളിൽ ഒരാളാണ് ഈ പോലീസുകാരും, മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് മെയിൻ കേസ് വരുന്നത്, മറ്റേ പട്ടി വിട്ട് കടിപ്പിച്ചുള്ള കേസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ ഒരുത്തനെ പിടിച്ചിട്ട് അയാളെ വീട്ടിൽ പിടിച്ചിട്ട് അയാളെ ഇട്ട് തല്ലുകയാണ്, അയാളെ ഇട്ട് അടിക്കുകയാണ്. അത് കണ്ടിട്ട് ക്ലാപ്പിംഗ് ആയിരുന്നു തിയേറ്ററിൽ അയാളെ അടിക്കുന്നത് കണ്ടിട്ട്. ഇവിടുത്തെ കേസിൽ അയാൾ പട്ടിയെ വിട്ട് കടിപ്പിച്ചു എന്നുള്ളതും എല്ലാം തെളിവുണ്ടായതുകൊണ്ടും കണ്ടതുകൊണ്ടും നമുക്ക് മനസ്സിലാവും ശരിയാണ് ഇതൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ യഥാർത്ഥ കേസിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. അയാൾ വിട്ട് കടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇയാൾക്ക് എങ്ങനെ അറിയാം? പോലീസുകാരൻ എങ്ങനെ അറിയാം? തെളിവെല്ലാം എടുത്ത് ലാസ്റ്റ് കോടതിയല്ല തീരുമാനിക്കേണ്ടത് ഇയാൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള ശിക്ഷയല്ലേ കൊടുക്കേണ്ടത്. അതിന് വേറെ ഇവനെ പിടിച്ച് അടിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കേസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് തന്നെയാണ് എന്ത് ചെയ്തത്? ഫോൺ പിടിച്ച് മേടിച്ച് താഴെയിട്ട് പൊട്ടിക്കുക, അവനെ ഇട്ട് അടിച്ച് വണ്ടിക്കകത്ത് കിട്ടുകൊണ്ട് പോവുക. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനെതിരെ ഇപ്പം എല്ലാവരും കിടന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എല്ലാവരും കണ്ട് കൈ അടിച്ചില്ലേ? അവിടെ അയാൾ കുറ്റക്കാരനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് പറയുന്നത്. പക്ഷെ അയാൾ കുറ്റക്കാരനാണോ അല്ലോ എന്നുള്ളത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്, SI ആണോ തീരുമാനിക്കേണ്ടത്? മേടിച്ചിട്ട് പിടിച്ചിട്ട് അങ്ങ് അടിക്കുകയാണ് അയാളെ എത്രത്തോളം. എന്നിട്ട് പറയുന്നുണ്ട് പിന്നീട് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പം തല്ലിയില്ലെന്ന് പറയണം. തല്ലിയെന്ന് കാണാൻ പറഞ്ഞാൽ നിന്നെ വരുന്ന വണ്ടിയിൽ നിന്ന് വേഗം തള്ളിയിടും, ചത്തില്ലെങ്കിൽ തിരിച്ചു കാണാം. നല്ല പോലീസുകാരൻ. അതിൽ തന്നെ ഈ ഇയാളെ ഇറക്കാതിരുന്ന വക്കീൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസർ. അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസർ കാണിക്കുന്ന പണിയാണെന്ന് ആലോചിക്കണം. വണ്ടി തള്ളിയിട്ട് കൊല്ലുമെന്ന്, ചത്തില്ലെങ്കിൽ കാണാമെന്ന്. ശരിയാണ്. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇതിനകത്ത് ഈ കേസ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അയാളുടെ പേരിൽ കേസെടുക്കുകയും 326, 324, 326 അതിൻ്റെ തല വെച്ച് കൊടുക്കുന്നത്. അത് രണ്ടും നല്ല കേസുകളാണ്. ഒന്ന് 3 വർഷം തല തടവും, മറ്റേത് ജീവപര്യന്തം വേണം തടവും കിട്ടാവുന്ന. ഒന്ന് 326 ആണെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം പോലും കിട്ടത്തില്ല, അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കേസ് കൊടുക്കേണ്ട തല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് തന്നെ ബിജു പോലീസ് ഡയലോഗ് പറയുന്നുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, ഒരു പോലീസുകാരൻ വട്ടം കയറി നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ നിന്റെ എല്ലാ സ്വാധീനവും. അതാണ് പോലീസുകാരൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള സ്വാധീനങ്ങളും കാര്യങ്ങളും ഒന്നും കേൾക്കാതെ കൃത്യമായിട്ടുള്ള കുറ്റം ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളിട്ട് കൃത്യമായിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തി അവനെ പൂട്ടുക. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള കഴിവും ശക്തിയും പവറും എല്ലാം നിയമത്തിനും പോലീസിനും എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയാളെ പിടിച്ച് തല്ലാനുള്ള എന്ത് അവകാശമാണുള്ളത്? കൃത്യമായ നിയമങ്ങൾ പാലിക്കുക. കൃത്യമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കുറ്റം തല വെച്ച് കൊടുക്കുക. ഇവിടുത്തെ കേസാണെങ്കിൽ അയാൾക്ക് ജാമ്യം പോലും കിട്ടാതെ അകത്ത് പോയി. അതുകൊണ്ടാണ് അതിന് ലാസ്റ്റ് അകത്ത് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട് അയാൾ. കാരണം 326 ഇട്ട് നോൺ ബെയിലബിളാണ്, പുറത്തു പോകാൻ പറ്റില്ല. ഇതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞുള്ളത് കാണിക്കുന്നു. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആൾക്കാർ വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആരെ പറ്റിയാണ് പറയുന്നത്?
ശ്രീ ഇവിടെ എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, കുറ്റവാളിക്ക് റൈറ്റ്സ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അജ്മൽ കസബിനെ പിടിച്ച് ഇത്ര നാൾ ഇട്ടിരുന്ന് ഫുഡ് കൊടുത്തിട്ട് കൊന്നത്? നമുക്ക് വേണം അന്നേരം തന്നെ വെടിവെച്ച് വന്നാൽ പോരായിരുന്നു. അല്ല, അവനെ പിടിച്ചത് കൊണ്ടാണ് അതിന്റെ പിന്നിലുള്ള തെളിവുകൾ ഒരുപാട് നമുക്ക് കിട്ടിയത്. അവനെ തീറ്റിപ്പോറ്റിയത് എന്തിനാണ്? ലാസ്റ്റ് കൊല്ലാനാണ്. അല്ല, അവനെ കൊണ്ടിട്ടിട്ട് കൊല്ല ചെയ്യാനാണെങ്കിൽ പിന്നെ അവന് തീവ്രവാദികളും നമ്മൾ തമ്മിൽ എന്തോ വ്യത്യാസം? നമ്മളവനെ കൊണ്ടിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കറക്റ്റായിട്ട് വിചാരണ നടത്തി, വക്കീലിനെ വെച്ച് കൊടുത്ത് വിചാരണ നടത്തി തെളിവുകളെല്ലാം തെളിയിച്ച് അവനെ തൂക്കിലേറ്റ് കൊന്നു. മനസ്സിലായേ? അവനെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കൊടുത്തത്. അല്ലാതെ ആടിനും പോത്തിനും ഒക്കെ കൊല്ലുന്നതിനും വെള്ളം കൊടുക്കുന്ന പറഞ്ഞ പോലത്തെ പണിയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പലരും പറഞ്ഞിട്ടുണ്ട് അജ്മൽ കസബിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തിയല്ല. ഫുഡ് കൊടുത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് നിയമം നോക്കണം. അത്രയും കാലം അവൻ്റെ ജീവൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കൃത്യമായിട്ട് ചെയ്തു. നിയമം അനുസരിച്ച് അവനെ തൂക്കിക്കൊന്നു. അതാണ് ചെയ്യേണ്ടത്. നിയമം അനുസരിച്ച് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ഇത് തല്ലുകയല്ല. ഇത് തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് DGP സർക്കുലർ ഉള്ളതല്ലേ പരാതി പറയാൻ വരുന്നവരോടും പ്രതികളോടും മര്യാദയ്ക്ക് പെരുമാറണം എന്നുള്ളത്? ഇവിടെ അങ്ങനെയല്ല. പ്രതിയാണെങ്കിൽ പിന്നെ കൊല്ലുക, തല്ലി കൊല്ലുക. ആരാ പ്രതിയാണെന്ന് തീരുമാനിക്കുന്ന? ആരാ? ഞാനങ്ങ് തീരുമാനിച്ചു പ്രതിയായി കഴിഞ്ഞ് ഞങ്ങൾ തല്ലുക. പ്രതിയല്ല, കുറ്റക്കാരനാണ് തെളിയിച്ചാൽ മാത്രമേ കുറ്റക്കാരനാകത്തുള്ളൂ. പ്രതിയാകുമ്പോഴെങ്ങനെയാണ് തല്ലുന്നത്? ഇതിൽ തന്നെ ആ വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഉദ്യോഗസ്ഥക്കെതിരെ പറയുന്നുണ്ട്, അല്ലയോ മഹാനുഭാവ, നിങ്ങളുടെ നിതംബത്തിൽ കതലം അമർത്തിയത് എന്ന് ചോദിച്ചാൽ പോരെ? അത് മതി, ചോദിച്ചാൽ മതി. ചോദിച്ച് അവൻ്റെ പേരിൽ എന്തിനാണോ സ്ത്രീയെ പിടിച്ചു എന്നുള്ള കേസ് അവൻ്റെ കേസ് ഇടുക. അത് പിന്നീട് കോടതിയിൽ പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ കൊടുക്കുക. നമുക്കറിയാം പെണ്ണ് കേസാണ്, നമ്മുടെ നാട്ടിലറിയാം പെണ്ണ് കേസിൻ്റെ ഗുണം. ആ പെണ്ണ് കേസ് ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു എന്നുള്ള കേസാണ്. അതിന് ആ ഒരു ശിക്ഷ മാത്രം മതി അവൻ്റെ ജീവിതകാലം മൊത്തം അവനത് മതി. നാട്ടിൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ കേസാണ് വേണ്ടത്. അല്ലാതെ അവനെ എന്നിട്ട് അത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മേഡത്തിനത് മതിയായിരിക്കും, പക്ഷേ സാധാരണക്കാരനത് പോരാ. സാധാരണക്കാരൻ അവനെ ഇടി കിട്ടണമെന്ന് വിചാരിക്കും. ഞാൻ അവനെ ഇടിക്കും, അവനിങ്ങനെയുള്ളവനെ കിട്ടിയേ ഇടിക്കും. ഭയങ്കര ഹീറോ ഡയലോഗാണ് പറയുന്നത്. ഇടിക്കാനാണ് ഇവനെ അവിടെ വച്ചേക്കുന്നത്. നാട്ടുകാർക്ക് അങ്ങനെ പലതും കാണും, നാട്ടുകാരിൽ അങ്ങനെ പല വികാരങ്ങളും കാണും. കാരണം നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികാരദാഹമാണ്. കൊന്നവനെ കൊല്ലുക, കണ്ണിന് കണ്ണ്, കാലിന് കാല്, കൈക്ക് കൈ, തലയ്ക്ക് തല എന്നുള്ള ചിന്തയാണ് നമ്മളുടെ. പക്ഷെ ആ ചിന്തയിലല്ല നിയമം പ്രവർത്തിക്കുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ ആ ടൈപ്പ് നിയമങ്ങൾ, ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ചില രാജ്യങ്ങളൊക്കെ ആ ടൈപ്പ് നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. തലയ്ക്ക് തല, കണ്ണിന് കണ്ണെന്നുള്ള നിയമം. നമ്മളതൊക്കെ മാറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ടന്മാരായതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഒരുപാട് കാലം ചിന്തിച്ച് ഈ സൊസൈറ്റി വളർന്നത് കൊണ്ടാണ്. നമ്മൾ ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ എത്തിയതിൻ്റെ വളർച്ച കൊണ്ടാണ് നമ്മൾ ഈ രീതി നിയമങ്ങളൊക്കെ മാറ്റിയത്. ഇപ്പം ചിലർ പറയാം അങ്ങനത്തെ ശിക്ഷ വേണം ഇവിടെ. അങ്ങനത്തെ ശിക്ഷയായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളൊന്നും കുറ്റങ്ങളൊന്നും ആരും ചെയ്യുന്നില്ലേ? എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിഷപ്രിയ, മറ്റേ പ്രിയ ഒക്കെ കണ്ടില്ലേ? അവിടെ നിന്ന് കുറ്റങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടുന്ന് പോകുന്നവർ വരെ കുറ്റം ചെയ്യുക. പിന്നെ അവിടെയുള്ളമാരുടെ കാര്യം പറയണം. ഒരുപാട് വൃത്തികെട്ട നിയമമാണ്. ആ നിയമത്തെ പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല, അതൊക്കെ വേറെ വിഷയമാണ്. എന്നിട്ടൊരു വലിയ ഡയലോഗ് അതിനകത്ത്, ഞാൻ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണെങ്കിൽ എന്താ വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ പള്ളിയിലച്ഛൻ ഉപദേശിച്ച് നന്നാക്കാനുള്ളവൻ, ഞാൻ ഇടിച്ച് നന്നാക്കാനുള്ളവൻ. പോലീസുകാരൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇടിച്ച് നന്നാക്കുക എന്നുള്ളതാണ്. ഇടിച്ച് നന്നാക്കിയിട്ടുള്ള ഒരു സമൂഹം ലോകത്തിലില്ല. അതാദ്യം മനസ്സിലാക്കുക. തല്ലുകൊണ്ട് ഒരിക്കലും നന്നാവത്തില്ല. ആളുകൾ വെറുതെ പറയാണ് തല്ലുകൊണ്ട് ആ സമൂഹം ശരിയാകുമെന്ന്. ഒരിക്കലും ഇല്ല. നിങ്ങളിപ്പം യൂറോപ്പിലോട്ടോ, അല്ലെങ്കിൽ യൂറോപ്പ് പോട്ടെ, നിങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ നോക്കിയാൽ മതി. അവിടെ നിന്ന് ഒരു പോലീസുകാരനും ആരും ഇടിക്കത്തില്ല. പക്ഷെ എന്നിട്ട് അവിടെയുള്ളവരെല്ലാം വൃത്തിട്ടന്മാരായി പോയോ? ഇല്ല. അവിടെയൊക്കെ ജയിലുകളിൽ ആൾ കുറവാണ്. മനസ്സിലായോ? അവിടെയൊക്കെ ജയിലുകളിൽ ആൾ കുറവാണ്. കേസുകളുടെ എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കും, റിപ്പോർട്ടിങ് കൂടുതലായതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്, UP യിലല്ല. അതുകൊണ്ട് UP നല്ലതും കേരളം നല്ലതൊന്നും അല്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ നിയമപരിജ്ഞാനം ഉണ്ടായതുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ കേസിന് എണ്ണം നോക്കിയാൽ ചിലപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ കേസ് കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ നമുക്കറിയാം, അവിടെ ജീവിക്കുന്നവർക്കറിയാം അവിടുത്തെയും നമ്മുടെ നാട്ടിലും നമ്മളുടെ വ്യത്യാസം. അവിടെ ഒന്നും ഇതൊന്നും നടക്കുന്നില്ല. അവിടെ ഒന്ന് തല്ല് കൊള്ളാതുകൊണ്ട് അവരെല്ലാം മല്ലന്മാരായോ? ഇല്ല തല്ല് കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ എല്ലാവരും അങ്ങ് നല്ലവന്മാരായോ? ഇല്ല. തല്ലൊന്നും കൊണ്ട് ഒരിക്കലും ഒരു കാലത്ത് ആരും നന്നാവത്തില്ല. ചെയ്യാനുള്ളവർ ചെയ്യും. അതും തല്ലുകേടൊന്നും യാതൊരു ബന്ധമില്ല. ശിക്ഷ എവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ആൾക്കാർ ഓരോരുത്തർ ഉപദ്രവിക്കുന്നത്? അല്ല, എല്ലാത്തിനും ശിക്ഷയുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചില നാട്ടുകളിലൊക്കെ ഉള്ള കണ്ണിന് കണ്ണ് എന്നുള്ള രാജ്യത്തൊന്നും ആരും കുറ്റം ചെയ്യുന്നില്ലേ? ആരും കൊല്ലുന്നില്ലേ? എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത കേസാണ് ചുടുതന്നം തേക്കുന്ന കേസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു തന്നെ ഗ്രോയിൻ ഏരിയയിൽ ചുടുതന്നം കയറ്റി പിടിക്കണം. അത് കണ്ട് ഹ എന്ന് പൊട്ടിത്തിരിച്ചവരാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും ആ സിനിമയിൽ.
എന്നിട്ട് ഇതേ സംഭവം ഇപ്പം ഈ പോലീസുകാരൻ്റെ കേസ് നടക്കുന്നപ്പോൾ അയാളുടെ മെയിൻ ഒരു സംഭവമാണ് ചെറുതന പ്രയോഗം. അത് ഭയങ്കര സംഭവമായിട്ടാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്, അതിന് കുറ്റം പറയുന്നുണ്ടല്ലോ. പിന്നെ സിനിമ ആയിട്ട് നമ്മളെല്ലാം ചിരിച്ചില്ലേ? കാരണം നമ്മുടെ മനസ്സിൽ അയാൾക്ക് ആ ശിക്ഷ തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ചെറുതനം വെച്ച് വിട്ടത്. നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഇപ്പോഴത്തെ ഈ പോലീസുകാരൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ഇതാണ് നിങ്ങൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അയാൾ ഈ ചെറുതനം തേക്കുന്നു എന്നുള്ളത് അയാളുടെ മെയിനായിട്ട് ഉള്ളൊരു കാര്യം. അയാളുടെ സ്ഥിരം ഒരു പരിപാടിയാണ് ഈ ചെറുതനം തേക്കല്. എന്ത് ക്രൂരതയാണെന്നറിയോ ഒരു മനുഷ്യരോട് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ പോലീസുകാർ ഇങ്ങനെ ആയിട്ടുള്ളതിൻ്റെ കാര്യം നമ്മുടെ സമൂഹം ഇപ്പോഴും അതിനെയൊക്കെ ജയ് വിളിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മളൊരു കേസ് വരുമ്പോൾ അയാൾ നിയമം എല്ലായിടത്തും പാലിക്കണം. അല്ല ഒരാൾ പ്രതിയാണ് എന്ന് പോലീസുകാരന് തോന്നുന്നുണ്ട്, അല്ലെ സമൂഹത്തിന് പ്രതിയാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അയാളെ ഇടിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആദ്യം മാറ്റി വെക്കുക. ഇവിടെ ഈ ഇടികൊള്ളുന്നവന്മാരെ എല്ലാം കുറ്റവാളിയായിട്ടാണ് പോലീസുകാരൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇടികൊണ്ട പയ്യൻ എന്ത് ചെയ്തിട്ടാ? ഈ പയ്യൻ കുറ്റം ചെയ്തു എന്ന് പോലീസുകാരന് തോന്നുന്നതുകൊണ്ടാണ്. അവൻ എന്തൊക്കെയോ കുറ്റം ചെയ്തു. അവൻ എന്താണ് പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടഞ്ഞു എന്നാണ് അവന്റെ മെയിനായിട്ട് എടുക്കുന്ന കേസ്. അതൊരു കുറ്റമില്ലേ? ആ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാണ് പോലീസുകാർ അവനെ ഇടിക്കുന്നത്. പിന്നെ ഇതിനാണ് ഇപ്പൊ എല്ലാവരോടും പോലീസുകാരെ കുറ്റം പറയുന്നത്. കാരണം കുറ്റവാളിയായിട്ടുള്ളവനെ ഇടിക്കാമെന്ന് ചിന്തിക്കുന്ന സമൂഹം തന്നെയാണ് നമ്മളുടെ സമൂഹം. ഇവിടെ അയാൾ ഒരു പാവപ്പെട്ടനാണെന്നും ഒക്കെ നമുക്ക് തോന്നുന്നത് കൊണ്ട് അയ്യോ പാവപ്പെട്ടനെ ഇടിച്ചു, അതുകൊണ്ടാണ് ഈ വിഷയമാവുന്നത്. പാവപ്പെട്ടൻ അല്ലെങ്കിൽ ഇടിക്കാം, അതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ഇല്ലെങ്കിൽ പോലീസുകാരെ ഇടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ആ ഒരു ചിന്താഗതി മാറ്റിയാലേ ഇത് ശരിയാവത്തുള്ളൂ. ആദ്യം മാറ്റേണ്ടത് അതാണ്. ഈ ഇടിച്ച പോലീസുകാരനെ മുഴുവൻ ജോലി പറഞ്ഞു വിടണം. ക്രിമിനൽ കേസ് എടുത്ത് അകത്താക്കേണ്ട കാര്യമാണ്. എന്നിട്ട് സസ്പെൻഷൻ കൊടുത്ത് വിട്ടേക്കുക. സസ്പെൻഷൻ എന്തിനാണ്? സ്ഥലം മാറ്റം അതായിരുന്നു ആദ്യം. ഇപ്പം ഈ വിഷയമായപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് എന്തെടുക്കാനാണ്? ശമ്പളം മേടിക്കാനോ? സസ്പെൻഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ ശമ്പളം മേടിക്കാം അത്ര ദിവസം കൂടെ, അല്ല എന്തോ. എന്നിട്ട് കേസ് എടുക്കുന്നില്ല. ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ അയാൾ ക്രിമിനൽ കേസ് എടുക്കത്തില്ലേ? പോലീസുകാരൻ തല്ലിയ ക്രിമിനൽ കേസല്ലേ? ഇപ്പം പോലീസുകാരൻ വെച്ചാൽ അത് കൂടുതൽ കേസാവണം, അതാണ് വേണ്ടത്. നമുക്കറിയാം പോലീസുകാരൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കുള്ള പിഴയൊക്കെ കൂടുതലാണ് പോലീസുകാരൻ്റെ പിഴ. അതറിയാമോ? നിയമം പാലിക്കേണ്ടവനാണ് ആദ്യം നോക്കേണ്ടത്. നിയമപാലകനാണ് നിയമം ആദ്യം പാലിക്കേണ്ടത്. പോലീസുകാർ തല്ലിയ കേസില്ല, അത് ആദ്യം മാറണം. നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ സ്വഭാവം മാറണം. നമ്മുടെ അതിനോടുള്ള കാഴ്ചപ്പാടും നമ്മൾ മാറ്റണം. അല്ലാതെ ഇതൊന്നും ഒരിക്കലും നന്നാവത്തില്ല. ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റായിട്ടല്ലാത്ത കാര്യങ്ങൾ അഭിപ്രായങ്ങളായിട്ട് വരുന്നുണ്ട്. സ്ത്രീയുടെ അടുത്ത് ഇതുപോലൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ള സാധനം, അതിനൊക്കെ കുറേ സാധനം വരുന്നുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. അതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തയാണ്. അത് കണ്ടിട്ട് ചിരിച്ചവരാണ് നമ്മളെല്ലാവരും. ഈ പോലീസിൻ്റെ മർദ്ദനം വന്നല്ലോ ഇവിടുത്തെ വിഷയം, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും മാറാതെ, ഈ സമൂഹം മാറാതെ പോലീസുകാർ മാറത്തില്ല. നമ്മുടെ ചിന്താഗതി മാറാതെ പോലീസുകാർ മാറത്തില്ല. പോലീസുകാരനെ ആദ്യം ഇവനെയൊക്കെ പുറത്താക്കാതെ ഈ ഒരുത്തരം നാളെ ഈ വോട്ട് കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തണം. എന്തുകൊണ്ടാണ് വോട്ട് കൊടുക്കാഞ്ഞെന്ന് വെച്ചാൽ പോലീസുകാരൻ തല്ലിയിട്ട് അവനെ പുറത്താക്കിയില്ല, അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ പറയണം. എന്നാലേ അത് നന്നാവത്തുള്ളൂ. പക്ഷേ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ അങ്ങ് മറക്കും. നമ്മളിതൊക്കെ മറന്ന് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജാതി, മതം, നമ്മുടെ ജാതിക്കാരനാണോ ഇലക്ഷൻ നിൽക്കുന്നത്, ഇവൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ട്, ഇതൊക്കെ നോക്കിയാണ്ടാണ് നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഈ കഥയൊക്കെ അങ്ങ് മാറും. പിന്നെ എങ്ങനെ നന്നാവാനാണ്?